നന്ദി കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചല്ലോ. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ദാരിദ്ര്യമല്ല സമൃദ്ധി അനുഭവിക്കും. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ നടുവിൽ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുന്നു. എൻ്റെ കരത്തിലൂടെ രോഗികൾ സൗഖ്യമാകും. ഞാൻ കാലുകുത്തുന്ന ഭവനങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തികളെ കാണും. ഞാൻ ഒരാളുടെ സംസാരിച്ചാൽ അവിടെ ആ വ്യക്തിയുടെ ജീവിതം തകർന്ന അവസ്ഥയാണെങ്കിൽ അത് ഉയർച്ചയിലേക്ക് പോകും. ഞാനൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നിങ്ങൾ ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി, ഒരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ആക്കി വെക്കും. ആമേൻ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, അതിൻ്റെ അകത്ത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ അകത്ത് 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ ഇങ്ങനൊരു വാക്ക്, അല്ലെങ്കിൽ 3 മുതൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാടും കത്തിക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യമാണ് ഇവിടെ വായിക്കപ്പെട്ടത്. ഈ വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. തുടക്കത്തിൽ പറയുകയാണ്, എത്ര വലിയ കുതിരയാണെങ്കിലും നമുക്കറിയാം, കുതിരേനെ കടിഞ്ഞാണിട്ട് അതിനെ നിയന്ത്രിച്ച് അതിനെ മെരുക്കിയെടുക്കുന്ന ആളുകളെ നമുക്കറിയാം. 2, വലിയ കപ്പലാണെങ്കിലും, എത്ര ഭയങ്കര പടുകൂറ്റൻ കപ്പലാണെങ്കിലും അതിൻ്റെ സ്റ്റിയറിങ്, അതിൻ്റെ ചുക്കാൻ എന്നിവിടെ പറയുന്നത് പോലെ അതിൻ്റെ സ്റ്റിയറിങ് വളരെ ചെറുതായിരിക്കും അല്ലേ? കപ്പലിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. എന്നാൽ അത് വെച്ചിട്ടാണ് വലിയ കപ്പലിനെ നിയന്ത്രിക്കുന്നത്. ഏത് ദിക്കിലുണ്ട്, വലിയ എഞ്ചിൻ ഉണ്ടായിരിക്കാം, അതിന് വലിയ പകിട്ടുണ്ടായിരിക്കാം, വലിയ വലിപ്പം ഉണ്ടായിരിക്കാം. എന്നാൽ അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുന്നത് ചെറിയ ചുക്കാൻ വെച്ചാൽ അല്ലേ? 5-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞൊരു തീ വലിയൊരു കാട് കത്തിക്കുന്നു. അപ്പൊ വീണ്ടും പറയുകയാണ്, ചെറിയൊരു തീ മതി വലിയ കാട് കത്തിക്കാൻ അല്ലേ? നമുക്കറിയാം, കാട്ടുതീയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ തീയല്ല, ചെറിയൊരു തീയാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ തീയാണ് കാട്ടുതീയായി മാറുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയും, നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാനുള്ളതല്ല, അത് അടങ്ങാത്ത ദോഷവും മരണകരമായ വിഷവും നിറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും ആളുകൾ പല വാക്കുകൾ കൊണ്ടാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് അല്ലേ? പല രീതിയിൽ പല ജീവിതത്തിൽ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതും നാവിലൂടെ പറഞ്ഞ വാക്കുകളാണ്. അപ്പം നാവിന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കുവാനും ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യത്തിൽ പറയുന്നു, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയുന്നു, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. നമ്മുടെ നാവിലൂടെയാണല്ലോ നമ്മൾ ആഹാരം ഭക്ഷിക്കുന്നത്, അതിലൂടെയാണല്ലോ നമ്മുടെ ഉദരത്തിലേക്ക് ചെല്ലുന്നത്. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും.
അപ്പം നമ്മുടെ നാവിൽ എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പം നമ്മുടെ നാവ് വലിയ പടുകൂറ്റൻ ഒരു കപ്പലിനെ ചെറിയ സ്റ്റീറിംഗ് കൊണ്ട് തിരിക്കുന്നത് പോലെ, വലിയ കടലിൽ ഓടുന്ന വലിയ കപ്പലായാലും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ നാവാണ്. നമ്മൾ എത്ര വലിപ്പമുള്ളവരാണെങ്കിലും, ജീവിതത്തിൽ എത്ര വലിയ ആളുകളാണെങ്കിലും, എത്ര ധൈര്യശാലികളാണെങ്കിലും, എത്ര ധനശാലികളാണെങ്കിലും, ഇനി ധനമില്ലാത്ത ആളാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു അവയവമാണ് ചെറിയ നാവ്. ഈ നാവ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാകുന്നത്? ബൈബിൾ പറയുന്ന വാക്കുണ്ടോ? നാവ് ഒരു ചെറിയ അവയവമാണ്, പക്ഷേ ഒരു ചെറിയ തീ വലിയ കാടിനെ കത്തിക്കുമെന്ന് പറയുന്നു. നിങ്ങളുടെ നാവിലൂടെയാണ് ദൈവത്തിൻ്റെ വചനത്തെ വിളിച്ചു പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ബൈബിൾ എടുത്ത് പിടിച്ചിരിക്കുന്നത്, എൻ്റെ പോക്കറ്റിൽ പൈസ കൊണ്ടാണ് ഞാൻ ബൈബിൾ വാങ്ങിച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ കാലുകൊണ്ടാണ് ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇന്നെങ്ങനെ നിങ്ങൾ പറഞ്ഞാലും ആ എഴുതപ്പെട്ട വചനങ്ങളെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് നാവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് നാവിന് അധികാരം വന്നത്. കാര്യം വചനം നാവിലിരിക്കുന്നത് കൊണ്ടാണ് നാവിന് അധികാരം. അല്ലാതെ നാവ് കൊണ്ട് ഒരു പ്രത്യേകതയില്ല. പക്ഷെ വചനം കീറിക്കഴിഞ്ഞാൽ നാവിൻ്റെ മേൽ അധികാരം വ്യാപരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി എന്തു വേണമെന്ന് തീരുമാനിക്കാം. ചിലർ പറയത്തില്ലേ, എനിക്കറിയത്തില്ല, ഞാൻ ആയുസ് എത്തിച്ചേരുമോ, എൻ്റെ ആയുസ് ഞാൻ കംപ്ലീറ്റ് ആകുമോ എന്ന് എനിക്കറിയത്തില്ല, ഓരോരോ രോഗങ്ങളും ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ട് ചിലരിങ്ങനെ പറയാറില്ലേ, എനിക്ക് ജീവിക്കുവാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അധികം നാൾ ജീവിച്ചിരിക്കത്തില്ല എന്നൊരാൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ, വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ നാവിലുള്ള വചനങ്ങളുടെ അധികാരത്തെ അവിടെ ആക്റ്റീവ് ആകുകയും നിങ്ങൾക്ക് ദീർഘായുസിന് പകരം എന്തുണ്ടാകും? നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങളുടെ ആയുസ്സോടെ ഷോർട്ടായി പോകും. ഇതേപോലെ തന്നെ ഇതേ നാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മേലുള്ള അധികാരം അവിടെ തുറന്നു വരികയും ദൈവപ്രവർത്തികളിലേക്ക് നിങ്ങൾ പോകുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കണം. നാവ് ചെറിയൊരു അവയവമാണ്, പക്ഷെ മറന്നു പോകരുതേ, ചെറിയൊരു തീ വലിയ കാട് കത്തിക്കും. ചെറിയൊരു സ്റ്റീറിങ് വലിയ കപ്പലിനെ എന്ത് ചെയ്യും? അതിന് ബോധിച്ച ദിക്കിലേക്ക് നീക്കുവാൻ കഴിയുമെങ്കിൽ, നാവ് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി, നല്ലതേ എനിക്ക് വരത്തുള്ളൂ, നന്മ ഞാൻ കാണും, ഞാനൊരു അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ വിശ്വാസ പ്രഖ്യാപനം പറയുന്നത്. വിശ്വാസ പ്രഖ്യാപനം പറയുന്നത് നാവ് കൊണ്ടല്ലേ? ആ നാവിലൂടെ നിങ്ങൾ പറയുമ്പോൾ 21-ാമത്തെ വാക്യം സദൃശ്യം 18-21 പറയുന്നു, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലുണ്ട്. എനിക്ക് ആരോഗ്യത്തോടെ ഞാൻ ഇരിക്കും, രോഗത്തിന് എന്നെ വാഴാൻ കഴിയത്തില്ല, രോഗശക്തിക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളിൽ ആക്റ്റീവാകും. അത് നിങ്ങളെ ജീവനാക്കി മാറ്റും. ഇനി എത്ര വലിയ രോഗമുണ്ടെങ്കിലും, എത്ര മരണകരമായ രോഗമാണെങ്കിലും, അതിന് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വചനത്തിൻ്റെ ഒരു തീ പോലെ ആയിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ തീ കാട് കത്തിക്കും, അതൊരു തീയായി മാറും. നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് വലിയ ചേഞ്ചുകളെ കൊണ്ടുവരുന്നൊരു തീയായിട്ട് അത് മാറും. അപ്പം മറന്നു പോകല്ലേ, കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വലിയൊരു തീ പോലെ അത് മാറും. ഹല്ലേലൂയ. അപ്പോൾ വലിയ തീ എന്ത് സംഭവിക്കുന്നു? ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വലിയ തീ കത്തിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന, എൻ്റെ കുടുംബം ഒരു അനുഗ്രഹമാണെന്ന് പറയണം. ചിലപ്പോൾ ഭർത്താവ് മദ്യപാനിയായിരിക്കാം, കുഞ്ഞുങ്ങൾ ലോകപ്രകാരം ജീവിക്കുന്നതായിരിക്കാം, നിങ്ങൾ മാത്രമേ വിശ്വാസത്തിലുള്ളായിരിക്കാം, യേശുവിനെ വിളിക്കുന്നുള്ളായിരിക്കാം, ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കാം, പിശാചിൻ്റെ പോരാട്ടമാണ്, സാത്താൻ നിങ്ങളുടെ പിള്ളേരെയൊക്കെ ബന്ധിച്ചിട്ടേക്കൊണ്ട് കുടുംബജീവനം തകർത്തിട്ടേക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോയി കേട്ടോണ്ടിരിക്കാതെ ചാടി എണീറ്റിട്ട് പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സേവിക്കും, യഹോവയെ സേവിക്കും, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് പോകും. ആ നാവ് കൊണ്ടൊന്ന് പറ. ആ നാവ് കൊണ്ട് നിങ്ങൾ കത്തിക്കുക. സകല അശുദ്ധിയും അവിടെ ചാമ്പലാകും, സകല അനീതിയും സകല ദുരാത്മാക്കളും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. എങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ ഭൂതത്തോട് വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ, പൗലോസ്ലീഹ പറഞ്ഞപ്പോൾ, ആ വെളിച്ചപ്പാടത്തിയുടെ മേൽ വ്യാപരിച്ച ദുരാത്മാവ് അവിടുന്ന് വിട്ടുപോയെന്നാ പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞത്?
ദുരാത്മാവിനോട് വിട്ടുപോകുവാൻ കൽപ്പിച്ചു. യേശുക്രിസ്തു ഒരിക്കൽ പത്രോസ്ലീഹായുടെ അമ്മായിയമ്മയുടെ അടുക്കിലേക്ക് ചെന്ന സമയത്ത് അവിടെ പനി പിടിച്ച് കിടക്കുക. കർത്താവ് കുനിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ പനിയെ ശാസിച്ചു, അതിനെ പുറത്താക്കി. കണ്ടോ എന്താ ചെയ്തത്? നാവ് കൊണ്ട് അതിനെ കൽപ്പിച്ചു. അപ്പൊ നാവിന്റെ മേൽ, വചനമെടുക്കുന്ന വ്യക്തിയുടെ മേൽ നാവിന്റെ അധികാരമുണ്ട്. വചനം പറയുന്ന വ്യക്തിയുടെ മേൽ നാവിന്റെ മേൽ അധികാരം വ്യാപരിക്കുന്നുണ്ട്. ഈ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കുക, വിളിച്ചു പറയുക, നെഗറ്റീവ് പറഞ്ഞതിനെ ക്യാൻസൽ ചെയ്യണം. കർത്താവ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, എൻ്റെ മക്കൾ ഗതി പിടിക്കത്തില്ലെന്ന്, എൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയി, എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാകത്തില്ല, ഞാനൊരു ശപിക്കപ്പെട്ടവളാന്നും പെട്ടവനാന്നും പറഞ്ഞു പോയി, ഞാനതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു, ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്യുന്നു, എനിക്ക് ഈ ഗതിയാന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്യുന്നു, എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇന്നു മുതൽ പറഞ്ഞ് ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ നന്മ കാണും. സാമ്പത്തിക ദാരിദ്ര്യം കടന്നവരെ വിളിച്ചു പറയും, കർത്താവ് ഇല്ല, ഞാൻ സമ്പന്നത കാണും, മിച്ചം വരും, ശേഷിപ്പ് വരും, 12 കൊട്ട ആഹാരം ശേഷിപ്പ് വന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ വലിയ ശേഷിപ്പുകൾ ഉണ്ടാവും, നന്മ കൊണ്ട് നിറയും, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എൻ്റെ ഉദരത്തിന് തലമുറകൾ പുറത്തു വരും, അവരെല്ലാം അനുഗ്രഹമായി തീരും. എൻ്റെ മക്കളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും, അവരെല്ലാം ഒരു അനുഗ്രഹമായി തീരും. അവർ ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികൾ ഒരു അനുഗ്രഹമായി തീരും. അവരെ കാണുന്നവരൊക്കെയും പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും, ഇതെൻ്റെ ദൈവത്തിൻ്റെ തലമുറയെന്ന് അവർ പറയുന്നത് ഞാൻ കേൾക്കുമെന്ന് പറയണം. നന്ദി പിതാവേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശ്രീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ശ്രീജയുടെ മകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് പറയുന്നു. ഇന്ന് ശ്രീജയും മകളും എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഏറ്റെടുത്തോണം. നിങ്ങളുടെ ഭവനത്തെ കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നിന്ദാപാത്രമായി മാറുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ബോബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ബോബിയുടെ ഭവനത്തിൽ ഒരു മരിച്ചുപോയ ഒരു മാതാവിൻ്റെ ഫോട്ടോ, ഒരമ്മയുടെ, അമ്മയെന്ന് പറഞ്ഞൊരു വലിയ അങ്ങനെ പ്രായമുള്ള ഒരാളാണ്, അങ്ങനെ ഒരു ഫോട്ടോ കയറി വരുന്നിടത്ത് തന്നെ വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതേ ഫോട്ടോ തന്നെ മറ്റൊരു സ്ഥലത്തും ഇരിപ്പുണ്ട്. ആ വെച്ചിരിക്കുന്ന അതേ ഫോട്ടോ തന്നെ മറ്റൊരു സ്ഥലത്തും ഇരിപ്പുണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ അനർത്ഥങ്ങൾ വിട്ടൊഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഭാവി അവിടെ തുറന്നു വരട്ടെ, പ്രതിസന്ധികൾ നീങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയും, ചില അടയാളങ്ങളെ കർത്താവ് എന്നെ കാണിക്കുക. വീടിൻ്റെ അകത്ത് ആ വ്യക്തി ഇരിക്കുന്ന മുറിക്കകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ 2 കാൽക്കുലേറ്റർ, പഴയ 2 കാൽക്കുലേറ്റർ ആ ഒരു മുറിക്കകത്ത് ഡ്രോയിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കാൽക്കുലേറ്റർ കിടക്കുന്നതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ സീൽ ചെയ്യുന്ന ഈ മഷി ഉണ്ടല്ലോ, സീൽ ചെയ്യുന്ന ആ ഒരു സീൽ ബോക്സ്, അത് ആ ഒരു ഡ്രോയിൽ കിടക്കുന്ന ഒരു ഭവനത്തെ ഞാൻ കാണിക്കുന്നു. ഞാൻ ആ വ്യക്തിയുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറേ ലേഡീസുമായിട്ട് ചേർന്നിട്ടുള്ള ആ വ്യക്തി കുറേ ലേഡീസുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം പോലത്തെ ഒന്നിനെ, ഒരു സംരംഭം പോലെ തന്നെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്ന വലിയൊരു വർധനവിനെ ദൈവം ചെയ്യും. ചില ആളുകൾ നിങ്ങളെ വിട്ടേച്ചു പോകും, പക്ഷെ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, ദൈവം ഒരു വർധനവിനെ തരും. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ നന്ദി കർത്താവ്. 1969 മെയ് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേലൊരു വിടുതൽ നൽകുന്നു. എന്നോട് കർത്താവ് ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം വഴി തുറക്കാൻ വേണ്ടി പോവാ. ഈ ദിവസങ്ങളിൽ മരണഭയം നീങ്ങി ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ ഈ നിമിഷം തന്നെ രോഗശക്തികൾ ശരീരം വിട്ട് മാറിപ്പോകട്ടെ, രോഗാത്മാക്കൾ ശരീരം വിട്ട് മാറിപ്പോകട്ടെ. ഇന്ന് മുതൽ കൽപ്പിക്കുക, ഇപ്പോൾ സംഭവിക്കുകയാണ് രോഗസൗഖ്യം. നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴകൾ അതിൻ്റെ മേൽ കൈവച്ചിട്ട് കൈ എടുക്കുമ്പോൾ ആ മുഴ അവിടെ കാണത്തില്ല. യേശു ക്രിസ്തു ക്രൂശിൽ എൻ്റെ രോഗം വഹിച്ചതാ. പറ, യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാ. കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നതാ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ഞാനത് അനുഭവിക്കുന്നു. കൈ എടുക്കുമ്പോൾ അവിടെ ആ രോഗം അവിടെ ഇല്ല, ആ വേദന അവിടെ ഇല്ല. ആ ഷുഗറിനോടും ഷുഗറിനോടും ആ നിങ്ങളുടെ ശരീരത്തിനുള്ള പ്രഷറിനോടും ഡയബറ്റിക്കിനോടും ഒക്കെ ഒന്ന് കൽപ്പിച്ച് ജീവിതകാലത്ത് ഒരിക്കലും ഞാൻ ഒരു മരുന്നും കഴിക്കാതെ ദിവ്യാരോഗ്യത്തോടെ ഇരിക്കും. എൻ്റെ കൗണ്ട് കണ്ട് മെഡിക്കൽ സയൻസ് അതിശയപ്പെടും. അതുപോലെ തന്നെ നോർമൽ കണ്ടീഷനിൽ തന്നെ ഇരിക്കും.
ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഇനി കേടാണെങ്കിൽ പുതിയത് വരാൻ വേണ്ടി പോവാം. കണ്ണാടി വെക്കുന്ന ഒരു കണ്ണാടിയെ കൂരി മാറ്റിയിട്ട് പറഞ്ഞേ, ഞാൻ കണ്ണാടി ഇല്ലാതെ കാണും, ദിവ്യാരോഗ്യത്തോടെ കാണും. കാഴ്ച വർദ്ധിക്കുന്നു, എൻ്റെ കാഴ്ച വർദ്ധിക്കുന്നു, എൻ്റെ കാഴ്ച വർദ്ധിക്കുന്നു. കേൾവിയില്ലാത്തവരെ കൈയെടുത്ത് വെച്ച് ഇപ്പം ചെവി തുറക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ, അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ കൽപ്പിച്ചാക്കുന്നു. ദിവ്യാരോഗ്യത്തിനും ദീർഘായുസിനും നന്ദി കർത്താവേ. നാവ് മിണ്ടാൻ കഴിയാത്തവർ നാവ് തുറന്നു വരിക. ഇന്നു മുതൽ തീരുമാനിച്ച് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ നാവ് കൊണ്ട് ഞാൻ അനേരോട് സുവിശേഷം പറയും. ഇത് തുടക്കമാണ്. ഇപ്പോൾ ആ നാവ് തുറന്നു വരുന്നു. നാവിൻ്റെ സകല ബന്ധനങ്ങളെ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട. വലിയ കൃപകളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അറിയിക്കുക. എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥന നടക്കുന്നു സൂം പ്രയറിൽ. ഇന്ത്യൻ സമയം 9 മണിക്ക് ഈ നമ്പറുകളുമായി ബന്ധപ്പെടുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് പ്രാർത്ഥനയിൽ കയറുവാൻ ഒരു അവസരമാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.